ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫ്രൈഡേ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. നമ്മുടെ കർക്കിടക മാസത്തിലെ അവസാനത്തെ ദിവസമാണെന്ന് ആഗസ്റ്റ് 16 വെള്ളിയാഴ്ച എടുത്തിട്ടുള്ള വ്ളോഗാണ്. ഇന്ന് നമ്മുടെ രാമായണ മാസം അവസാനിക്കുന്ന ദിവസമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ ഞങ്ങളുടെ ട്രിവാൻഡ്രത്തിലൊക്കെ ഇന്നത്തെ ദിവസത്തിനെ പറയുന്നത്, അതായത് കർക്കിടക മാസം ലാസ്റ്റ് ദിവസം, അതായത് നമ്മുടെ ചിങ്ങമാസം 1 തലേ ദിവസം പറയുന്നത് ആണ്ടറുതി എന്ന് പറയും. നിങ്ങളിൽ എത്ര പേര് ഇത് കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല. ആണ്ടറുതി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള പഴയ സാധനങ്ങളൊക്കെ കത്തിച്ച് കളഞ്ഞിട്ട്, അതായത് വേണ്ടാത്ത സാധനങ്ങളൊക്കെ നമ്മൾ കത്തിച്ച് കളയും. അതിനുശേഷം വീടൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് പൂജാ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചേക്കും. ചിങ്ങത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട്, പുതുവർഷമാണല്ലോ ചിങ്ങമാസം, അപ്പോൾ ചിങ്ങം 1 വരവേൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ട്രഡീഷണൽ ആയിട്ട് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയൊക്കെ ചെയ്തു വന്ന് ഞാൻ കണ്ടിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ രാവിലെ ആമി സ്കൂളിലൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഹസ്ബൻഡിൻ്റെ കയ്യിൽ കുറച്ച് പഴയ തുണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടുപോയി കളയാനായിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് കീറിയതും അഴുക്ക് പിടിച്ചതും അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലൊക്കെ ഒരുപാട് യൂസ് ചെയ്തിട്ട് വേണ്ടാതെ കിടക്കുന്ന തുണികളാണ് കേട്ടോ. അതൊക്കെ കൊണ്ടുപോയി കളയാനാണ് പോകുന്നത്. നമ്മൾ അങ്ങനെ അതൊക്കെ ഞങ്ങൾക്കിവിടെ കത്തിച്ച് കളയാനുള്ള സ്പേസ് കുറവാണ്. അതുകൊണ്ട് ഹസ്ബൻഡ് നടക്കാൻ പോകുമ്പോൾ കൊടുത്തയക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിനുശേഷം കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇന്ന് എന്തായാലും പൂജാ റൂം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഞാൻ എല്ലാ മാസവും ഒരു തവണ ഡീപ് ക്ലീനിങ് ചെയ്യാറുള്ളതാണ്. പിന്നെ ഇതിപ്പോൾ കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ സ്പെഷ്യലായിട്ട് ഒന്ന് ക്ലീൻ ചെയ്യണം. എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ പൂജാ റൂമിൽ വെച്ചേക്കുന്നതെന്നും അതുപോലെ തന്നെ എന്തൊക്കെ ക്ലീനിങ് ചെയ്യുന്ന രീതികളും ഒക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ പൂജാ റൂം ഞാൻ ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒന്ന് കുളിച്ചിട്ടുണ്ട്. കാരണം കുളിച്ച് ശുദ്ധിയോടുകൂടി തന്നെ നമ്മുടെ പൂജാ റൂമൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവങ്ങളുടെ ഫോട്ടോയും എല്ലാമൊക്കെ ഇരിക്കുന്നതല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ അവിടെ നിന്ന് എല്ലാ ഫോട്ടോസും എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ഡസ്റ്റർ യൂസ് ചെയ്തിട്ടാണ് ഒന്ന് ക്ലീൻ ചെയ്യുന്നത്. പിന്നെ ഇതിന് മുന്നേയും ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ പൂജാ റൂം ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. പക്ഷേ കുറച്ചും കൂടി ഡീപ്പ് ക്ലീനിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്, ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡസ്റ്റർ യൂസ് ചെയ്തിട്ട് നമ്മുടെ പൂജാ ഷെൽഫിനകത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് മാറാലയൊക്കെ കിടപ്പുണ്ട്. ഒരുപാട് അങ്ങനെ മാറാല ആവാനായിട്ട് ഞാൻ സമ്മതിക്കില്ല കേട്ടോ. അതിന് മുന്നേ തന്നെ ക്ലീൻ ചെയ്ത് അങ്ങ് പോകും. ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് ഡസ്റ്റിങ് ചെയ്ത് വിടാറുണ്ട്. അപ്പോൾ ഇത് ഡീപ്പ് ക്ലീനിങ് ആയതുകൊണ്ട് എല്ലാം ഒന്നെടുത്ത് മാറ്റിയിട്ടൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് ഓർത്തു. അതിനുശേഷം ഞാൻ റോസ് വാട്ടർ യൂസ് ചെയ്തിട്ടാണ് പൂജാ ഷെൽഫിൽ ഇരിക്കുന്ന ഫോട്ടോസൊക്കെ ക്ലീൻ ചെയ്യുന്നത്. ഇതിന് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പൂജാ റൂമിൽ വിളക്കൊക്കെ തുടയ്ക്കാനും ഫോട്ടോസൊക്കെ തുടയ്ക്കാനൊക്കെ ഞാനിതുപോലെ നല്ല മുണ്ടില്ലേ, പുതിയ മുണ്ട് ഞാനിങ്ങനെ നാട്ടിൽ പോകുമ്പോഴത്തേനും കൊണ്ടുവരും. എന്നിട്ട് ഇതുപോലെ ഓരോ മുണ്ടിൻ്റെ പകുതി പോർഷൻ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മടക്കി നമ്മുടെ പൂജാ ഷെൽഫിൽ ഒരു ബേസ് ബോർഡ് കവറിനകത്താക്കി വെച്ചേക്കും കേട്ടോ. ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള മുണ്ടല്ല, നമ്മൾ ഉപയോഗിക്കാത്ത മുണ്ടാണ്. പുതിയ നല്ല പുത്തൻ മുണ്ടുണ്ടല്ലോ, അത് ഇതുപോലെ ഉപയോഗിക്കാത്ത പുതിയത് കടയിൽ നിന്ന് മേടിച്ചത്. എൻ്റെ വീട്ടിൽ ഒരുപാട് ഇരിപ്പുണ്ട്. അമ്മ എനിക്കിങ്ങനെ തരും. അമ്മ നാട്ടിൽ നിന്ന് വരുമ്പോഴും കൊണ്ടുവരാറുണ്ട്, ഞാൻ നാട്ടിൽ പോകുമ്പോഴത്തേനും കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞാനൊന്ന് കട്ട് ചെയ്ത് പീസസ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മുണ്ടിൻ്റെ പീസസ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ നമ്മുടെ ഷെൽഫിലിരിക്കുന്ന എല്ലാ ഫോട്ടോസും തുടയ്ക്കുന്നത്. പിന്നെ നമ്മുടെ കൃഷ്ണൻ്റെ കളിമൺ പ്രതിമകളും എല്ലാം ഒന്ന് തുടയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ റോസ് വാട്ടർ യൂസ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. നമ്മുടെ പൂജാ റൂമിലിരിക്കുന്ന ഈ ഒരു ഫോട്ടോസൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് റോസ് വാട്ടർ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നല്ലൊരു സ്മെല്ലും ആയിരിക്കും. കുറേ ദിവസത്തേക്ക് നമ്മുടെ ഒരു പൂജാ റൂമിനകത്ത് ആ ഒരു ഡിവൈൻ സ്മെല്ല് ഇങ്ങനെ നിൽക്കും കേട്ടോ. നമ്മൾ സാധാരണ വെള്ളത്തിൽ തുടയ്ക്കുന്നേക്കാളും നല്ലത് ഇതുപോലത്തെ റോസ് വാട്ടറിൽ, അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിൽ കർപ്പൂരം പൊടിച്ചിട്ടിട്ട് ആ വെള്ളം യൂസ് ചെയ്തിട്ട് തുടച്ചാലും മതി. എന്ത് തന്നെയാണെങ്കിലും എന്തെങ്കിലും ഒരു സ്മെല്ലുള്ളൊരു വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ തുടയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. ഫോട്ടോയൊക്കെ പിന്നെ ഏറ്റവും അടിയിലത്തെ ഷെൽഫിലാണ് ഞാൻ കുറേ അധികം സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ പഴയ ഒരു ഹാരം ഉണ്ടായിരുന്നു. ഇത് ആർട്ടിഫിഷ്യലാണ്. ഞാനിത് മീഷോയിൽ നിന്നോ മറ്റോ മേടിച്ചിട്ടുള്ളതാണ്. ഏകദേശം ഒരു 3 വർഷത്തിന് പുറത്തായിട്ടുണ്ട് ഇത് മേടിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഇതിൻ്റെ ബാലൻസ് ഒരു പോർഷൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിനെ എടുത്ത് മാറ്റുന്നുണ്ട്. പിന്നെ പഴയത് 2 നമ്മുടെ ഈ ഒരു കബോർഡ് വർക്ക് ചെയ്ത
ചെയ്തപ്പോൾ ഞാൻ ഇത് ഇവിടെ നിന്ന് മാറ്റിയതാണ് കേട്ടോ, ലെങ്ത് ഉള്ളത്. അപ്പോൾ ഞാൻ അതെന്തായാലും ഷെൽഫിൻ്റെ അടിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് അഴുക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല. വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പൂക്കളൊക്കെ പോകുമെന്ന് മേടിച്ചിട്ട് ഞാനിപ്പോൾ എന്തായാലും തൽക്കാലം ഒരു ഹാരം ക്ലീൻ ചെയ്യാതെയാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേനും ഉണ്ട് ഡോറിൻ്റെ ആ ഒരു പോർഷനിൽ നമുക്ക് സ്റ്റിക്കർ ഹൂക്സ് വെച്ചിട്ട് തൂക്കിയിടാനായിട്ട് പറ്റുന്നുണ്ട്. അതിനുള്ള സ്പേസ് അവിടെ തികഞ്ഞു. അതുകൊണ്ട് അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു. എൻഡിൽ ഇങ്ങനെ മണി വരുന്ന ഒരു ഡിസൈനിലുള്ളതാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഓണമൊക്കെ വരുമല്ലേ, അതുമാത്രമല്ല നമ്മുടെ പൂജാ ഷെൽഫിന് ഒരു ഭംഗിയും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തത്. പിന്നെ അതിനുശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലത്തെ ഇലയുടെ ഷേപ്പിൽ വരുന്ന മഹാലക്ഷ്മിയുടെയും സരസ്വതി ദേവിയുടെയൊക്കെ ഒരു തോരണം പോലത്തെ ഒരു ആർട്ടിഫിഷ്യലുള്ള സാധനം ഉണ്ടല്ലോ, അത് ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെന്താ നമ്മുടെ ഫോട്ടോ എല്ലാം അതായത് സ്റ്റിക്കർ ഹൂക്സിലേക്ക് തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ ഈ ഒരു ചെറിയ കളിമൺ പ്രതിമയുണ്ടല്ലോ, അത് ഞാൻ ഇതുപോലെ ചെറിയൊരു പ്ലാസ്റ്റിക് തട്ടത്തിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്കാണ് കണ്ടത് ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കുമ്പോൾ ഇതുപോലെ തട്ടത്തിൽ വെക്കണമെന്നുള്ളത്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ തൽക്കാലം ഒരെണ്ണമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കൃഷ്ണനെ മാത്രം അങ്ങനെ വെച്ചത്. പിന്നെ ഞാൻ പൂജാ റൂമിൽ മെയിനായിട്ട് വയ്ക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു തട്ടത്തിൽ കുറച്ച് മട്ട റൈസ് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും അരി വെക്കാം, പച്ചരിയോ അല്ലെങ്കിൽ ചോറ് വയ്ക്കുന്ന അരിയോ വെച്ചിട്ട് കുറച്ച് നാണയത്തുട്ടുകൾ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് ആരോ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ അരി എപ്പോഴാണ് മാറ്റുക എന്നുള്ളത്. അപ്പോൾ അരി നന്നായിട്ട് കേടായി തുടങ്ങിയിട്ട് പൂപ്പലും ഒക്കെ വന്ന് തുടങ്ങുന്ന സമയത്ത് നമ്മളിത് മാറ്റണം. ഞാനിത് വിഷുവിന് വെച്ചിട്ടുള്ളതാണ്. അപ്പം അധികം അതിലങ്ങനെ അഴുക്കൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ എന്തായാലും തൽക്കാലം മാറ്റുന്നില്ല. പിന്നെ ഒരു ചെറിയൊരു കൃഷ്ണനും രാധയും കൂടി ഉള്ളൊരു ചെറിയൊരു ഷോ പീസ് പോലത്തെ ഒരു ഇത് എൻ്റെ അടുത്തുണ്ട്. അതും കൂടി ഞാൻ അരിയിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിനുള്ളിൽ പൂജാ റൂമിൽ നാണയവും അരിയൊക്കെ ഇട്ട് വെക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യവും പട്ടിണിയൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അരി ഇടുമ്പോഴത്തേനും നമുക്ക് ആഹാരത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ഞാൻ വെക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് മഞ്ഞൾ, കുങ്കുമം, കർപ്പൂരം, ഭസ്മം ഇത്രയാണ് വെക്കുന്നത്. പിന്നെ അതിൽ ഒരു കുങ്കുമം ഞാൻ ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. പഴകിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ട് ഒന്നും കൂടി റീഫില്ല് ചെയ്തിട്ട് ചെറിയ ഇടിഞ്ഞിൽ വിളക്കുണ്ടല്ലോ അതിനകത്താണ് ഇട്ട് വയ്ക്കുന്നത്. ഇല്ലെങ്കിൽ കണ്ണാടി ബൗളിൽ ഇട്ട് വെച്ചാലും മതി. ഈ കണ്ണാടി ബൗൾ നമ്മൾ പിന്നീട് കുക്കിങ്ങിനോ കാര്യങ്ങൾക്കോ ഒന്നും യൂസ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. പിന്നെ വീട്ടിനുള്ളിൽ ഉള്ള വേസ്റ്റ് പേപ്പറുകളും നമുക്ക് വേണ്ടാത്ത വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കത്തിച്ച് കളയാൻ പറ്റുന്നതൊക്കെ നമ്മൾ കത്തിച്ച് കളയും. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് ആണ്ടർതി ചെയ്യുന്നത്. അപ്പോൾ വീട്ടിലുള്ള എല്ലാ വേസ്റ്റും മാക്സിമം കത്തിച്ച് എന്നെ കളയാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇവിടെ തമിഴ്നാട്ടിൽ ഇങ്ങനെ പൊങ്കലിൻ്റെ തലേ ദിവസം ഇതുപോലെ ബോഗി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പോൾ അതും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഓണത്തിന് നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഓണത്തിന് മുന്നേ, അതായത് ചിങ്ങമാസം തുടങ്ങുന്നതിന് മുന്നേ ചെയ്യുന്ന ഇതേ പ്രൊസീജിയർ തന്നെയാണ്. വീട്ടിലുള്ള പഴയ സാധനങ്ങളൊക്കെ കത്തിച്ച് കളയുന്നൊരു പ്രോസസ്സാണ്. അതിനെ ബോഗി എന്നാണ് പറയുന്നത്. നമ്മൾ ഇവിടെ ട്രിവാൻഡ്രത്തിൽ ഞങ്ങളിതിനെ ആണ്ടർതി എന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ അവിടേക്ക് ചെയ്യുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. എൻ്റെ അമ്മയൊക്കെ ചെയ്യാറുണ്ട്. അത് കണ്ടിട്ടാണ് ഞാനും ഇത് പഠിച്ചത്. പിന്നെ ഈ ഒരു വാതിലിൻ്റെ ആ പോർഷനിൽ ഈ ചെറിയൊരു ഡെക്കോർ പീസ് ഞാൻ മീഷോയിൽ നിന്ന് മുന്നേ മേടിച്ചിട്ടുള്ളതാണ്. അതും കൂടി ഒന്ന് സ്റ്റിക്കർ ഹൂക്സിലേക്ക് ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം വെയിറ്റ് താങ്ങുന്ന സ്റ്റിക്കർ ഹൂക്സ് ആണ്. ഞാനിത് ഡിമാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഹൂക്സ് ആണ്. അപ്പോൾ അതിൽ ചെറിയൊരു ആദ്യം ഞാൻ യെല്ലോ കളറിലുള്ളൊരു ഷോ പീസ് വെച്ചു. പിന്നീട് ഒരു ഗ്രീൻ കളറിലുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു പോർഷൻ മാത്രം എം ഡി ആയിട്ട് കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ പോയിട്ട് വിളക്കൊക്കെ ഒന്ന് കഴുകാമെന്ന് ഓർത്തു. ഞാൻ സബീന പൗഡറും ഇതുപോലെ വാളൻ പൊളിയുണ്ടല്ലോ ഇതും യൂസ് ചെയ്തിട്ടാണ് വിളക്ക് ക്ലീൻ ചെയ്യുന്നത്. കുറച്ച് സബീന പൗഡർ എടുത്തു വയ്ക്കും. പിന്നെ അതിനുശേഷം വാളൻ പൊളി, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിൽ നല്ല പേസ്റ്റ് ആക്കും. അതിനുശേഷം നമ്മുടെ പൂജാപാത്രങ്ങളിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10-15 മിനിറ്റിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് ഉരച്ചെടുത്താൽ മതി. നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ. നമുക്കിപ്പോൾ പീതാംബരി പൗഡറൊന്നും കയ്യിലില്ലെങ്കിലും പേടിക്കുകയൊന്നും വേണ്ട. പുളിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങ ചേർക്കാം. നാരങ്ങയും
സബീന പൗഡർ മസ്റ്റാണ്. പിന്നെ പുളിയാണ് ഏറ്റവും ബെസ്റ്റ്, നമുക്ക് ക്ലീൻ ചെയ്യാനും കുറച്ചൊന്ന് ഈസി ആയിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ഡെയിലി മുന്നെയൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്യുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഡെയിലി ക്ലീൻ ചെയ്യത്തില്ല കേട്ടോ. ഇതുപോലെ ആഴ്ചയിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസമൊക്കെയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ശരിക്കും വെള്ളിയാഴ്ചയാണ്, ശനിയാഴ്ചയാണ് നമുക്ക് ചിങ്ങമാസം ആരംഭം. അപ്പോൾ ചിങ്ങമാസത്തിൻ്റെ തലേ ദിവസം, അതായത് വെള്ളിയാഴ്ച ഞാനങ്ങനെ സാധാരണ വിളക്ക് കഴുകുന്നതല്ല, വ്യാഴാഴ്ചയാണ് കഴുകുന്നത്. അപ്പോൾ എന്തായാലും 1-ാം തീയതിയാണല്ലോ എന്ന് ഓർത്തിട്ട് കൂടുതൽ വൃത്തിയായിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വെള്ളിയാഴ്ച തന്നെ വീണ്ടും വിളക്കൊക്കെ ഒന്ന് കഴുകിയത് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ വിളക്ക് കഴുകാനൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. വീടൊക്കെ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുന്നത്തെ വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുള്ളതല്ലേ, ഞാൻ ഡെയിലി ഇങ്ങനെ ചെറുതായിട്ട് ക്ലീൻ ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ക്ലീനിങ്ങിൻ്റെ ഒന്നും ആവശ്യം എനിക്ക് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട് ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി എടുക്കുന്നതേ ഉള്ളൂ. അതിനുശേഷം വീട്ടിനുള്ളിൽ, അതായത് ഞാനിപ്പോൾ ജസ്റ്റ് ഹാള് മാത്രമാണ് നിങ്ങൾക്ക് കാണിച്ചത്. ചെറിയ റൂമും നമ്മുടെ ബെഡ്റൂമും കിച്ചണും എല്ലാം ഒന്ന് ഡസ്റ്റിങ് ചെയ്തു, ഒന്ന് അടിച്ചു വാരിയിട്ട്. ഡസ്റ്റിങ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല, ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി. പിന്നെ അതിനുശേഷം ഒന്ന് മോപ്പിംഗ് ചെയ്ത് ഇടുന്നുണ്ട്. അതായത് ലഞ്ച് കഴിക്കുന്നതിന് മുന്നേ ഞാനിത് ചെയ്ത് വയ്ക്കുകയാണ്. കാരണം ഇനിയിപ്പോൾ ആമി സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. മാത്രമല്ല ഹസ്ബൻഡിന് ഇന്ന് ഈവനിങ് ഓഫീസിൽ പോവുകയും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ടൈമിൽ ചെയ്യാനായിട്ട് പറ്റില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ തന്നെ ഇതൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മുടെ സൗകര്യത്തിനനുസരിച്ചും ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളിത് ചെയ്ത് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ മാത്രമല്ല വീട്ടിനുള്ളിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നല്ല വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ വീടൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ ഒരു ഐശ്വര്യം വേറൊന്ന് തന്നെയാണ്. മാത്രമല്ല നമ്മുടെ ഹെൽത്തിനും നല്ലതാണ് കേട്ടോ. നമ്മുടെ വീട് വൃത്തിയായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും വരികയില്ല. അപ്പോൾ അങ്ങനെ ഞാൻ മോപ്പിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തലേ ദിവസമായിരുന്നല്ലോ ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തേക്ക് വരച്ചിട്ടുണ്ടായിരുന്ന കോലവും അതൊക്കെ ഞാനൊന്ന് കഴുകി ഇറക്കുമായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകി കളഞ്ഞതിന് ശേഷം പിന്നീട് വന്നിട്ട് ഞാൻ മെഷീനിൽ തുണികൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട്, ഡ്രയറിലേക്ക് ഇട്ടിട്ട് അതും കൂടിയൊക്കെ ഒന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ പൂജാ റൂമും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ബാക്കി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞല്ലോ. പിന്നെ മെയിനായിട്ട് ഞങ്ങൾ നാട്ടിൽ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ, അതായത് ചിങ്ങമാസം തുടങ്ങുന്നതിന് മുന്നേ തന്നെ തലേ ദിവസം തന്നെ എല്ലാ മസാല ബോക്സസും അതുപോലെ തന്നെ എണ്ണ, ഉപ്പ്, പുളി ഇതെല്ലാം ഞങ്ങൾ ഫില്ല് ചെയ്ത് വെച്ചേക്കാറുണ്ട്. എൻ്റെ അമ്മ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ തന്നെ നമ്മുടെ എണ്ണ ബോട്ടിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചെടുത്തു കേട്ടോ. 2 ദിവസം മുന്നേ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം എണ്ണയൊക്കെ ഒഴിക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ നമ്മുടെ കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിലും വെളിച്ചെണ്ണയും എല്ലാം ഞാനൊന്ന് ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീടിനുള്ളിൽ ഇതുപോലെ മസാല ബോക്സസ് ആണെങ്കിലും സ്പൈസസ് ആണെങ്കിലും എല്ലാം നമ്മൾ മാക്സിമം ഫില്ല് ചെയ്ത് തന്നെ വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇതിപ്പോൾ ഈ ഒരു ചിങ്ങമാസം വന്നതുകൊണ്ടോ കർക്കിടകം ആയതുകൊണ്ടോ അതൊന്നുമല്ല, നമ്മുടെ വീട്ടിലുള്ളിൽ അതായത് കിച്ചണിൽ പ്രത്യേകിച്ച് ഇതുപോലെ സ്പൈസ് ബോക്സസും കാര്യങ്ങളൊന്നും നമ്മൾ ഒഴിച്ചിടാനായിട്ട് പാടില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ വീടിനുള്ളിൽ എപ്പോഴും എല്ലാം നിറവോട് കൂടി തന്നെ വെച്ചേക്കണം. അതുപോലെ തന്നെ കാലിയായിട്ടുള്ള പാത്രങ്ങൾ അങ്ങനെ വെച്ചേക്കാനായിട്ട് പാടില്ല. അങ്ങനെ നിങ്ങൾക്ക് കാലി പാത്രങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ കഴുകി കമഴ്ത്തി വെക്കുക. അങ്ങനെയാണ് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ പൊടികളൊക്കെ തട്ടി വെക്കുന്നതിന് വേണ്ടിയിട്ട് വേറൊരു സ്പൈസ് ബോക്സ് ആണുള്ളത്, പ്ലാസ്റ്റിക്കിലുള്ളതാണ് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ഇതൊക്കെ മാറ്റിയിട്ട് സ്റ്റീലിലാക്കണമെന്ന് കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നതാണ്. ഇനി അടുത്ത ബഡ്ജറ്റിൽ നമുക്ക് അതൊക്കെ ചെയ്യണം. അപ്പോൾ ഉള്ളത് കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം ഇതൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇതുപോലെ മസാല ബോക്സസും സ്പൈസസ് വയ്ക്കുന്ന ബോക്സസിലൊക്കെ അടിയിലൊരു ടിഷ്യൂ പേപ്പറും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്പൈസ് ബോക്സസിൽ ഇതൊക്കെ വെക്കുമ്പോൾ നമുക്ക് കുക്കിംഗ് ചെയ്യുന്ന സമയത്തും നല്ല ഈസിയാണ്. ഞാൻ ബൾക്കായിട്ട് കുറച്ച് സാധനങ്ങൾ ഒരു ഇതുപോലത്തെ സ്റ്റീൽ ബോക്സുകളിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കും. പിന്നെ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഈ ചെറിയ ബോക്സസിലാക്കും. പിന്നെ അതിൽ നിന്നും കുറച്ചെടുത്തിട്ടാണ് നമ്മുടെ സ്പൈസ് ബോക്സസിലേക്ക് വെക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വന്ന് എടുത്ത് യൂസ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് സ്പൈസ് ബോക്സസ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ചെറിയ ഭരണിക്കകത്താണ് പുളിയൊക്കെ ഇട്ട് വെക്കുന്നത്. ആ വലിയ സ്റ്റീൽ പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് ഞാൻ പുളിയൊക്കെ എടുത്ത് ആവശ്യത്തിന് തട്ടി വെച്ചു. പിന്നെ നമ്മളുടെ അടുത്ത് ആൾറെഡി ഉപ്പ് ഇരിപ്പുണ്ട്. അപ്പോൾ ഈ പിങ്ക് സാൾട്ട് തീർന്നതിന് ശേഷമാണ് എനിക്കിനി ബാലൻസ് ഉപ്പ് എൻ്റെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് ഇരിക്കുന്നത് വൈറ്റ് സാൾട്ടാണ്. അപ്പോൾ അത് നിറയ്ക്കാൻ പറ്റില്ല ഇതിൻ്റെ കൂടെ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ തൽക്കാലം ഉപ്പ് ഭരണി നിറച്ച് വയ്ക്കാത്തത് കേട്ടോ. പിന്നെ 1-ാം തീയതിയിലത്തേക്ക് രാവിലത്തേക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്, അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡ് റൈസിൻ്റെ ഇഡ്ഡലി തന്നെയാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളുടെ അടുത്ത് കുറച്ച് ഈ റെഡ് റൈസ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അത് ഏകദേശം 1 ഗ്ലാസോളം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ
അതൊക്കെ വെള്ളത്തിലിടാമെന്ന് വിചാരിച്ചിട്ട് 1 ഗ്ലാസ് റെഡ് റൈസും 2 ഗ്ലാസ് പച്ചരിയും 2 ഗ്ലാസ് ടിഫിൻ റൈസും ഒരു 1.25 ഗ്ലാസോളം ഉഴുന്നും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം ഉലുവയും കൂടി ഇട്ടിട്ട് വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചു. നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് കുതിരാനായിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ മുളക് പൊടിയും പുളിയും ഒക്കെ ഇരുന്നിട്ടുണ്ടായിരുന്ന പാത്രമൊക്കെ ഞാനൊന്ന് ടിഫിൻ റൈസൊക്കെ ഇരുന്ന പാത്രമൊക്കെ ഒന്ന് കഴുകി കമഴ്ത്തി വെച്ചിട്ടുണ്ട് കൈയോടെ തന്നെ. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ബാക്കി റീഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇന്നത്തെ ദിവസം എനിക്കൊരു പ്രത്യേകതയായിട്ട് തോന്നിയത് ചന്ദ്രനും സൂര്യനും ഒരുമിച്ച് വൈകുന്നേരം സമയത്ത് പ്രത്യക്ഷപ്പെട്ടതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതം തോന്നിയിട്ട്. സാധാരണ നമ്മളങ്ങനെ കാണുന്നതല്ല. കർക്കിടക മാസത്തെ അവസാനത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞാനൊന്ന് ടെറസിലേക്ക് കയറിയപ്പോഴാണ് കണ്ടത്. അതിനുശേഷം താഴേക്ക് വന്നു. പിന്നെ കോലയൊക്കെ ഒന്ന് വരച്ചിട്ടിട്ടുണ്ട്. നമുക്കെന്തായാലും ഇനിയിപ്പം പിറ്റേ ദിവസത്തേക്ക് ഒരു ചെറിയൊരു കോലം കൂടി വരയ്ക്കണം. കുറച്ചും കൂടി കളറൊക്കെ ചേർത്തിട്ട് ഒന്ന് വരയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ വൈകുന്നേരം വിളക്ക് കൊളുത്തുന്നതിന് മുന്നേ ഞാനൊന്ന് കോലം വരയ്ക്കാമെന്ന് വിചാരിച്ചിട്ടൊന്ന് വരച്ചിട്ടതാണ്. പിന്നെ ഇന്നും ഞാൻ 5 തിരി ഇട്ടാണ് വിളക്ക് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചിങ്ങം 1-നും 5 തിരി ഇട്ടിട്ടാണ് വിളക്ക് വയ്ക്കുന്നത് കേട്ടോ. പിന്നെ മാക്സിമം പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് അലങ്കരിച്ച് നമ്മുടെ പൂജാറൂം അലങ്കരിക്കുന്നത് നല്ലതാണ്. ഇതുപോലുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ അതിനൊരു പ്രത്യേക ഭംഗിയും അതുപോലെ തന്നെ ഒരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയും തന്നെയാണ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണല്ലോ, 5 തിരിയിട്ട് വിളക്ക് വയ്ക്കുന്നത് എനിക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോഴോ അല്ലെങ്കിൽ ഇതുപോലെ പ്രത്യേകതയുള്ള ദിവസങ്ങളിലൊക്കെയാണ്. കർക്കിടക മാസം അവസാനം ആയതുകൊണ്ടാണ് ഇന്നിപ്പോൾ 5 തിരിയിട്ട് വെച്ചത്. പിന്നെ ഉള്ള പൂക്കളൊക്കെ വെച്ചിട്ട് നമ്മുടെ പൂജാ റൂമൊക്കെ ഒന്ന് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണാനായിട്ട് തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. മാത്രമല്ല നമ്മുടെ വിളക്ക് കൊളുത്തുമ്പോഴത്തേനും ചെറിയ നാളായിട്ട് കത്തണം എന്ന് കേട്ടിട്ടുണ്ട്. ഒരുപാട് വലിയ നാളായിട്ട് കത്താതെ ചെറുനാളങ്ങളായിട്ട് ഇതുപോലെ വിളക്ക് കൊളുത്തുമ്പോൾ കത്തുന്നതാണ് ഏറ്റവും നല്ലതെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. അതൊരു പ്രത്യേക ഐശ്വര്യം തന്നെയാണെന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ ഇതിനിടയിൽ തന്നെ നമ്മുടെ ദോശമാവിനൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. റെഡ് റൈസിൽ ഇഡ്ലി മാവിനൊക്കെ അരച്ച് വെച്ചു. ഇപ്പോൾ തൽക്കാലം ഞാൻ ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും രാത്രി ആകുമ്പോഴത്തേനും കുറച്ചൊന്ന് പുളിച്ച് പൊങ്ങി കിട്ടും. അങ്ങനെ നമ്മുടെ പഞ്ഞമാസം, അതായത് കർക്കിടക മാസം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. മഴയും ദുരിതവും വെള്ളപ്പൊക്കവും എല്ലാം കഴിഞ്ഞ് കുറേ ആൾക്കാരുടെ ജീവനൊക്കെ നഷ്ടപ്പെട്ട് വയനാടിലെ സംഭവങ്ങളൊക്കെ നമ്മൾ വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ എന്തായാലും ഇനിയൊരു പുതുവർഷം നന്നായി തന്നെ നമുക്ക് ആരംഭിക്കാൻ കഴിയട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പുതുവർഷത്തിലെ ചിങ്ങമാസത്തിലെ വീഡിയോ ആയിട്ട് അടുത്ത ഞാൻ വെള്ളിയാഴ്ച വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.